ഷൂട്ടിന് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ എക്സ്കർഷന് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഷൂട്ട് അങ്ങനെ ഒരു അവിടെ ചെന്ന് വഴക്കായാൽ പോയി, അല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഷൂട്ട് പോയി അവിടെ എനിക്ക് ഒരു. അപ്പോൾ ചിലരൊക്കെ വന്ന് പറയും, ചേച്ചി രാവിലെ വന്നതാണ് ചേച്ചി, ഷോട്ടിന് വിളിച്ചിട്ടില്ല, ഉച്ചയായി പോയി എന്നൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ വന്ന് പറയും. ചേച്ചി വിളിച്ചിട്ടില്ല ഒന്നും വിചാരിക്കില്ല. ഞാൻ പറയും ഒരു കുഴപ്പമില്ല, നിങ്ങൾ എവിടെ എന്നെ ഈ സെറ്റിൽ നിന്ന് പറഞ്ഞു വിടാതിരുന്നത്, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് ഒരു പരാതിയില്ല, എന്നെ ഇവിടെ ഇരുത്തിയോണ്ടൊന്നും ഒരു പ്രശ്നവും എനിക്കില്ല എന്ന്. അത്രയ്ക്ക് കൊതിയാ. നാട്ടുകാർ പറയോ ഇവരുടെ കൊതി കാരണം ഞങ്ങളാണല്ലോ സഹിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും കമൻറ്റ് അടിയിൽ കാണും. ഇന്ന് വീരധീര ശൂരൻ്റെ ഉണ്ടായിരുന്നു, നിങ്ങൾ മാത്രം ആ സിനിമയെ കൊള്ളൂലായിരുന്നു, മുറയിൽ നിങ്ങൾ മാത്രം ഈ സിനിമയെ കൊള്ളൂലായിരുന്നു, ഇങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് വരും ഫേസ്ബുക്കിൽ. ആളിത് കാണുന്നുണ്ടെങ്കിൽ ഇവരെ കാരണം ഞാൻ സഹിക്കും. ഈ നെഗറ്റിവിറ്റി എങ്ങനെയാ ഇഗ്നോർ ചെയ്യണേ? കൊള്ളില്ലേ? നല്ല വേദന എടുക്കണ സംഭവങ്ങൾ ആളുകൾ ഫേസ്ബുക്കിൽ എഴുതില്ലേ കമൻസ് ആയിട്ട്? അവരുടെ മാനസികാവസ്ഥയല്ലേ, നമ്മളുമായിട്ട് ബന്ധമില്ലല്ലോ. എനിക്ക് അതൊന്നും പാവം തോന്നും. ഒന്നാമത് എന്തിനാണ് അവർ ഇപ്പം പലപ്പോഴും ഞാൻ ഈ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് എന്താ മോനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ചേച്ചി എന്നോട് മിണ്ടിയോ എന്നൊരു അടുത്ത കമൻറ്റ്. എൻ്റെ അടുത്ത് ആദ്യമായിട്ടോ ഒരു സെലിബ്രിറ്റി മിണ്ടുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മളെ ഞാൻ സെലിബ്രിറ്റി ആയിട്ട് മിണ്ടിയതല്ല കേട്ടോ, ഞാൻ സാധാരണക്കാരിയാണ് നമ്മൾ. അപ്പോൾ അവരുടെ പ്രശ്നം തീർന്നു. ചിലപ്പോൾ എന്നെക്കാട്ടി ടാലൻ്റ് ഉള്ള ഒരാളായിരിക്കും ആ കമൻറ്റ് ഇട്ടേക്കുന്നത്, അയാൾക്കൊന്നും എവിടെ എത്താൻ പറ്റി കാണില്ല. അങ്ങനെ ആയിരിക്കും നമ്മളവരെ നെഗറ്റീവായിട്ട് കാണും. ഫ്രസ്ട്രേഷനും സങ്കടവും ഒക്കെ കാണും. അവർ ചിലപ്പം ഭയങ്കര സ്കൂളിൽ ഭയങ്കര മിടുക്കരായിട്ട് ഡ്രാമ ചെയ്തിട്ടുള്ള എല്ലാവരെക്കാട്ടി കഴിവുണ്ടായിരുന്ന ഒരു പയ്യനായിരിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് വല്ല സൗദി അറേബ്യ കിടക്കുകയായിരിക്കും ജോലിയും ചെയ്തുകൊണ്ട്. അയാളായിരിക്കും ചിലപ്പോൾ നമ്മളെ ചീത്ത പറയുന്നത്. നമുക്കറിയാമോ അവരുടെ കാലം, അവരെന്താണെന്ന്, അവരാരാണെന്ന്. നമ്മളവരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫേക്ക് പ്രൊഫൈലായിട്ട് കാണുന്നു. അവരെ ഫേക്ക് പ്രൊഫൈലിൽ നിൽക്കാനുള്ള അവരുടെ സാഹചര്യം, അവർ നമ്മളെ ചീത്ത പറയാനുള്ള അവരുടെ മാനസികാവസ്ഥ, അവരുടെ സങ്കടം നമുക്കറിയോ. ചിലപ്പോൾ അവരുടെ ഭാര്യ അവരെ ചതിച്ചു കാണും, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് കാമുകനും അവരെ ചതിച്ചു കാണും. അവരെ ആരും ഇല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം വരും. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളാണ്. നമുക്കവരെ അറിയാമോ? നമ്മളെന്തിനാ അവരെ കുറ്റം പറയുന്നത്? അവർക്ക് അവരുടേതായ ഒരുപാട് വിഷമത്തിൽ നിന്നേ ആൾക്കാർ ചീത്ത പറയുള്ളൂ. സങ്കടത്തിൽ നിന്ന് മാത്രമേ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വേറൊരാളെ ചീത്ത പറയൂ, അല്ലാതെ പറയില്ല. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇവർക്ക് എന്തോ വിഷമമുണ്ട്, അവർക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റില്ല, അവരെന്തുകൊണ്ട് കഷ്ടമാണ്, അവർക്ക് ഫേക്ക് പ്രൊഫൈലിനകത്ത് നിന്ന് ഒരാളെ തെറി പറയേണ്ട ഒരു മാനസികാവസ്ഥയും ഗതികേടും അവർക്ക് വന്നിരിക്കുകയല്ലേ. അപ്പോൾ അവരാഗ്രഹിച്ചൊന്നും അവർക്ക് ആവാൻ പറ്റിയില്ല, അവരുടെ മുഖം പോലും അവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല. നമ്മളവരോട് സഹതപിക്കുക, ദൈവമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് നല്ലത് വരട്ടെ, അവരുടെ വിഷമങ്ങൾ മാറട്ടെ, അവരെ ആരെങ്കിലും ചതിച്ചു കാണും, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുന്നു. അല്ലാതെ എന്നെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ ചിന്തിക്കില്ല. പിന്നെ ഫാമിലിയൊക്കെ പറയുമല്ലോ, എന്നെ മാത്രം ബാധിക്കാത്ത കാര്യമാകുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരും. കാരണം ഞാനൊരു സിനിമ ഇപ്പോൾ വീരധീര ശൂരിൽ നിങ്ങൾ മോശമായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ നാക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അരുൺ സാറിനെ പോലെ ഒരാൾ ഓക്കെ പറഞ്ഞ ടേക്കാ, ഞാൻ കൊള്ളാമോ കൊള്ളൂലേ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. അരുൺ സാറിനെ പോലെ ഒരാൾ ഓക്കെ എന്ന് പറഞ്ഞ ടേക്കാണത്. സാറ് ഓക്കെ എന്ന് പറയൂല. അല്ലെങ്കിൽ മുസ്തഫയെ പോലെ ഒരാൾ, അമൽ നീരദിനെ പോലെ ഒരാൾ ഓക്കെ പറഞ്ഞ ടേക്കുകളൊക്കെയാണ് സിനിമയിൽ കാണുന്നത്. അത് വേറൊരാളൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞാൽ ഞാൻ അത് സീരിയസ് ആയിട്ട് എടുക്കുമോ? ഒരിക്കലും എടുക്കില്ല. കാരണം അവരുടെ സിനിമ അതിനെന്ത് വേണം എന്ന് അവർക്കേ അറിയാവൂ. അവർ ഓക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരാളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. ചില പൊട്ട സംവിധായകർ നമുക്കും അറിയാം ജഡ്ജ്മെൻറ്റ്, അപ്പോൾ അവർ കൊള്ളൂലെന്ന് പറഞ്ഞാൽ നമ്മൾ ആണല്ലേ കൊള്ളൂലായിരുന്നല്ലേ ഇത് അങ്ങനെ നമ്മൾ പറയും, നമുക്ക് മനസ്സിലാവും. പക്ഷെ വീരധീര ശൂരൻ പോലെയൊക്കെ ഒരു ഗൗരവമുള്ള സിനിമയിൽ വന്നിട്ട് നിങ്ങളുടെ അഭിനയം കൊള്ളൂലായിരുന്നു പറഞ്ഞാൽ നമ്മൾ എന്ത് ചേച്ചിനെ കൂടുതൽ ഭയപ്പെടുത്തണം? മോശം സ്ക്രിപ്റ്റ് അതാ മോശം സംവിധായകനാണ്? മോശം സംവിധായകൻ. നല്ല സംവിധായകൻ മോശം സ്ക്രിപ്റ്റിൽ എങ്ങനെയെങ്കിലും വലിച്ചപ്പുറത്തിടും. നല്ല സംവിധായകർ അല്ലെങ്കിൽ ഇപ്പം ഞാൻ നടുക്കടലിലാണല്ലോ ദൈവമേ പെട്ടതെന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? പിന്നെ എന്താ എന്നിട്ട് അവരോട് പറയാ? ഞാനൊരു സിനിമയിൽ നിന്ന് പോന്നിട്ടുണ്ട്, ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും വർക്കാവാതെ ഞാൻ സിനിമയിൽ നിന്ന് പോന്നിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം വർക്കാവുന്നില്ല എന്ന് പരസ്പരം മനസ്സിലായിട്ട് തീരനിവർത്തിയിലേ പോവും. എന്നുവെച്ചാൽ നമ്മളങ്ങനെ അവിടെ കയറി തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഒക്കെ കുറേ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടേ അതൊന്നും ശ്രദ്ധിക്കാതെ അഭിനയിക്കാൻ എനിക്കറിയാം. ഇപ്പം നമ്മുടെ ജോലി മാത്രം ചെയ്യുക, തിരിച്ചു പോരുക. അതെന്നെ പഠിപ്പിച്ച സീമ ചേച്ചിയാണ്. ഏത് പടം? മാര. ഓക്കെ ഓക്കെ. ആ സിനിമ നല്ലതായിരുന്നു. അതിന് ആ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ എന്തോ ഒരു കോൺവെർസേഷൻ, ചേച്ചി ആ സിനിമയിൽ ഒരു ബസ്സിൻ്റെ സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ആക്ടർ ഉണ്ടായിരുന്നു, അവർക്ക് വെള്ളം വേണമായിരുന്നു.
പിന്നെ വേറെ എന്തോന്നോ ആർട്ടിലെ ഒരു സാധനം മറിഞ്ഞു വീണ് കിടന്നു. അപ്പം ഞാൻ ഈ സാധനം മറിഞ്ഞു വീണേന്ന് പറഞ്ഞ് താഴെ കൊണ്ടുപോയി ആർട്ടുകാർക്ക് കൊടുത്തു. ഈ സാധനം മറിഞ്ഞു വീണു. നാടകക്കാരിയാണല്ലോ. ഈ കുട്ടിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്ത് പോയി വെള്ളം വാങ്ങിച്ചോണ്ട് കൊടുത്തു. അപ്പോഴൊക്കെ എന്നെ ഇങ്ങനെ സിംസിച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരുടെ കാര്യവും അന്വേഷിക്കുന്നു, എല്ലാവരുടെയും കാര്യത്തിന്. സിംസിച്ച് ഇടയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എന്നോട് കാരവനിൽ വരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കാരവനിൽ പോയി. എന്താ ചേച്ചി നിനക്ക് എന്നെ നീ ഏതൊക്കെ വന്ന പാത്ത് വള്ളം പറഞ്ഞ് അവരവൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് അഭിനയിച്ചോണം. നിൻ്റെ റോൾ ആ കോൺസെൻട്രേഷൻ പോകും നിനക്ക് അഭിനയിക്കുമ്പോൾ. അത് മാത്രം. ചേച്ചിയൊക്കെ മിണ്ടൂല, ഫോക്കസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കാം, പണി ചെയ്യാൻ തിരിച്ചു, അത് മാത്രം ചെയ്യാനാണ് വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ്. എന്നുവെച്ചാൽ ശരിയാണ്, നമ്മൾ ചെതറിപ്പോകാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിച്ച്, ഈ കാര്യം ശ്രദ്ധിച്ച്, അവരുടെ കാര്യം ശ്രദ്ധിച്ച്, ഒരു സാധനം വീണുപോയി അത് എടുത്തുകൊണ്ട് നടന്ന് അഭിനയിക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടർ മാത്രം മിണ്ടാതിരുന്ന് ഫോക്കസ് ചെയ്ത് അഭിനയിച്ചിട്ട് തിരിച്ചു പോകാൻ പഠിക്കണ്ടേ. സീനിയേഴ്സിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നീലത്താമര അഭിനയിച്ചതുകൊണ്ട് MT സാറുടെ ഓർമ്മയിൽ പെട്ടു എന്നുള്ളത് വലിയൊരു അംഗീകാരമാണ്. കുഞ്ഞുമാളവ് നേരത്തെ അവസാനം വരെയും വിളിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞുമാളവിൻ്റെ സ്തോഭം എനിക്ക് കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. ലാൽജോ സാറും പറഞ്ഞത് അങ്ങനെ, സാറിനോടും പറഞ്ഞെന്ന് പറഞ്ഞു. അവസാനം വരെ കുഞ്ഞുമാളവ് നേരത്തെ വിളിക്കുന്നത്. ഹേ ഫെസ്റ്റിവലിന് ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അവിടെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു എൻ്റെ കുഞ്ഞുമാള് വിളിച്ചോണ്ടേ വന്നു എന്നൊക്കെ. വലിയ ഭാഗ്യം. ശാരദാമ്മേനെ കണ്ടപ്പോൾ വലിയ നടിയാണ്. ഞാൻ നീലത്താമരെ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അവരാണെങ്കിൽ ഒരു തൊഴിലൊക്കെ. അയ്യോ, പത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. ജയപ്രഭ എന്ന് പറഞ്ഞൊരു പോയിട്ടുണ്ട് തെലുഗു. അവരെയും ഇപ്പോഴും ഞാനൊരു ഭയങ്കര കൂട്ടാണ്. എല്ലാ ദിവസവും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വരും അവരുടെ. പിന്നെ ഫാം എന്തെങ്കിലുമൊക്കെ പ്രത്യേകതരം നെയ്ത്തിൻ്റെയൊക്കെ പുതിയ സാരിയൊക്കെ കൊടുത്തവരിങ്ങനെ ഒരുപാട് ഫാമേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എനിക്ക് അയച്ചു തരും. അവരെഴുതും, നന്നായിട്ട് എഴുതും, ഭയങ്കര പൊളിറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ കുറിപ്പുകളൊക്കെ എഴുതി തരും. ഇപ്പോൾ ഒരു US പൊരിക്കുക മോനെ കാണാനായിട്ട്, മക്കളെ കാണാനായിട്ട്. ഇപ്പോഴും ഭയങ്കര കൂട്ടാണ്. അതാണ് അത് ഞാൻ ഞെട്ടിപ്പോയി. ഇവരെ ശശിഭൂഷൺ സാറ് പറഞ്ഞിട്ടാണ് ഇത് പറയാൻ പോകുന്നത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ചൈത്ര ഹോട്ടലിൽ പോയി, അപ്പോൾ ഇവർക്ക് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചെന്നിങ്ങനെ അവരുടെ റൂമിൻ്റെ വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് പിന്നെ ആരോ വന്ന് പറഞ്ഞ് അകത്ത് വിളിക്കുന്നത്. അപ്പോൾ തൊട്ടിപ്പുറത്തെ റൂമിൽ നിന്ന് MT സാർ ഇങ്ങനെ കൈ കാണിച്ച്, അയാൾ വന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ സാർ ഇങ്ങനെ കൈ കാണിച്ചു. എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ജയപ്രഭ മാമിന് അമ്പലത്തിൽ പോകണം. വാ, ഷീസ് ജയപ്രഭ, പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് ജയപ്രഭ മാമിനെ എന്നെ പരിചയപ്പെടുത്തി. ഷീസ് പാർവതി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെയൊക്കെ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് തമാശകളൊക്കെ ആയി, സംസാരമൊക്കെ ഇരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞ് ഇറങ്ങട്ടെ എന്ന് വെച്ചാൽ പാടിയിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ വർത്തമാനം ജയപ്രഭ മാം, വാസു ത്രോ അവേ യുവർ ബീഡി. ഇത് ഞാൻ ത്രോ അവേ വാസു, നമ്മളയ്യോ സാറാണെങ്കിൽ എന്നെ നോക്കുന്നത്, അയ്യോ ചെറിയ ചമ്പലായില്ലേ എന്നൊരു സംശയം. അത് കഴിഞ്ഞ് ആര്യനിവാസിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ചൈത്രത്തിൽ കൊണ്ടാക്കി അമ്പലത്തിൽ പോയിട്ട്. അതൊക്കെ നല്ല ഓർമ്മയാണ്. അപ്പം ഇച്ചിരി നേരമാണെങ്കിലും അദ്ദേഹം സംസാരിക്കുന്ന ഭാഷയുടെ ഒരു ഇത്, മലയാള ഭാഷ നമ്മളും ഉപയോഗിക്കുന്നല്ലോ എന്ന് നമുക്ക് തോന്നും അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ആളൊരു വട്ടം പ്രസംഗിച്ചപ്പം പറഞ്ഞാണ്, ഇപ്പം ഭാഷ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലാക്കിയിട്ട് റിട്ടേൺ ചെയ്യുന്ന വേയ പ്രത്യയങ്ങളുടെ സഹായത്തിലാണ് നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുന്നത്, അത് മാറണമെന്ന്. ഞാനത് നല്ല ഭാഷ, സുകുമാർ അഴീക്കോട് സാറ്, സാനുമാഷ്, MT സാറൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ അച്ഛൻ മൈലാരാമവർമ്മ ട്രസ്റ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ അടുത്ത് പരിചയപ്പെടാനും N കൃഷ്ണപിള്ള സാറ് വിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാധവിക്കുട്ടി അടുത്ത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. മാധവിക്കുട്ടി നല്ല പരിചയമായിരുന്നു എനിക്ക്. അപ്പോൾ സംസാരിക്കുന്നതേ, ഭാഷ ഉപയോഗിക്കുന്ന രീതിയുണ്ടല്ലോ, എന്തൊരു ശുദ്ധിയാണ്. ഇതേ കാര്യം നമ്മൾ ഉപയോഗിക്കുന്നു മലയാളം എന്നും പേരിൽ. സുകുമാരടിക്കൂടെ എന്തോ ആരെക്കുറിച്ച് ഇങ്ങനെ പറയും, എന്തൊരു ദുരാഗ്രഹമാണ് എന്നിങ്ങനെ പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ, നമ്മളെപ്പോഴും പറയുമോ ആ വാക്ക്, ദുരാഗ്രഹമാണ് പറയുമ്പോഴേ ഒരു വേറെ തരം വാക്കുകൾ പറയും. എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇമ്പമായിരിക്കും ആ വരിക്കകത്ത്. നമ്മൾ പറയുമ്പോൾ എന്തോ പോലെ നമ്മൾ പറയും തമിഴ് ഭയങ്കര ലിറിക്കലാണ്. നന്നായിട്ട് പറയാൻ അറിയാവുന്നവർ സംസാരിക്കുന്നതായിട്ട് അത് ലിറിക്കലാണ്.